എവിടെ ആളെ കടത്തി വിടൂ. അയ്യോ, ഇതാണ് കമലഹാസൻ. ഇത് എന്ത് കമലഹാസനാണത്? അടുപ്പിൽ വീണതാ? അയ്യോ, എന്തത്? എന്താണത്? താനാണ് കമലഹാസൻ? അപൂർവ സഹോദരത്തിലുള്ള കമലഹാസന? താനവിടെ വീണ്. താനവിടെ വീണെന്ന് ഇവിടെ വന്നിട്ട് മീനനെ ഇവിടെ താനവിടെ വീണ്. എനിക്ക് ഒരു ചാൻസ് തരാമോ സാറേ? ഇയാളെന്താ ചെയ്യാൻ പോണ ഇവിടെ? എന്റെ പേര് ഇതണ്ട എന്ത് ഇങ്ങനെ എഴുതണം അവിടെ. ബുക്കും പേപ്പർ കൊണ്ടുവരൂ. എഴുതിയെടുക്കണം. എഴുതിത്തോളാം. പേന പേന. ഓക്കെ, ആയിക്കോട്ടെ. എന്താ എന്താ പേരെന്താ? പേര് സുരേഷ്. സുരേഷ് PS. സുരേഷ് PS. സുരേഷ്. PS സുരേഷ്. സുരേഷ് PS. ആദ്യം PS. സുരേഷ് അല്ലെങ്കിൽ PS. ഇവിടെ മീനാനെ ആദ്യം വീണവിടെ. സുരേഷ്. സുരേഷ് PS. സുരേഷ്. എടാ PS ആണ് അല്ലെങ്കിൽ സുരേഷ് ആണ്? സുരേഷ് PS. ആയിക്കോട്ടെ, സുരേഷ് PS. അങ്ങനെ ആക്കാം. PS-ലാക്കാം. ഇവിടെ മീനാനെ ഇവിടെ താനവിടെ വീണെന്ന് വീണായിരുന്നു. ഇയാൾ ഈ കൊമ്പും വെച്ചോണ്ട് നടക്കണത് അത് ഉരി വെച്ചേ, അത് മാറ്റിയത് ഇങ്ങനെ ആക്കാം. അങ്ങനെ വെച്ചോ. ഇയാൾ എന്താ ചെയ്യാൻ പോണവിടെ? ഞാൻ മിമിക്രിയില് ഞാൻ മെയിനായിട്ടും മിമിക്രി ആണല്ലോ. മിമിക്രി അല്ല, മിമിക്രി. മിമിക്രി എന്താ പറഞ്ഞേ? മിമിക്രി. വാദിപ്രതിയായ കറക്റ്റാണ്. മിമിക്രി അങ്ങനെയാണ്. സ്ക്രീൻ അതെന്താ ചെയ്യാൻ പോണത്? അതങ്ങനെയാണ് അതിന്റെ മെയിനായിട്ടും ഞാൻ ഈ നടന്മാര് ഇതുണ്ടല്ലോ. നടന്മാര് ഏത് നടനെ ചെയ്യാൻ പോണ? ഒച്ച കേൾപ്പിക്കും ഞാൻ. എന്ത് നടൻ? ഏത് നടന്റെ സൗണ്ട്? സൗണ്ട് കേൾപ്പിക്ക്. മമ്മൂട്ടിയുടെ എടുക്കാം. മമ്മൂട്ടിയുടെ എടുക്കും. എന്തെടുക്കുന്നു? മമ്മൂട്ടിയുടെ സൗണ്ട് മറ്റേ വാത്സല്യം കണ്ട? വാത്സല്യം കണ്ടാണ്. വാത്സല്യത്തില് മമ്മൂട്ടി ഒരു കൃഷിക്കാരനാണല്ലോ. കൃഷിക്കാരനായിട്ട് അവരുടെ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടും തണ്ണവും ഒക്കെ വന്നപ്പോഴത്തേക്ക് ആണല്ലോ മറ്റേ വക്കീലാനായിട്ട് സിദ്ദീഖ് പഠിക്കാനായിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ ജപ്തി വരുമ്പോഴത്തേക്കും പറഞ്ഞ ഡേഗോലുണ്ടല്ലോ. ഡേഗോല് പറയാനുണ്ടോ മമ്മൂട്ടി അതിനകത്ത്? വേണ്ട ഒന്നുകൂടെ പറഞ്ഞ കറക്റ്റാണ്. ഒന്ന് പറയാം. പറഞ്ഞോ ഡയലോഗ് അത്രയൊക്കെ മതി. അത് പറയോ? അങ്ങനെ പറയാം. മമ്മൂട്ടിയുടെ കേട്ടാ ഭയങ്കര ഒരു കഷ്ടപ്പാട് അതിനകത്ത് മമ്മൂട്ടി കേട്ടാ. പറയണ നോക്കണം. എടുത്തോണ്ട് ഇതെന്താ മൂഡ് ഇങ്ങനെ ഇരിക്കണേ? ഇത് മമ്മൂട്ടിയല്ല, മരപ്പട്ടിയാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. മേലെടുത്ത് ചെറ്റ തന്നെ ജപ്തി കാണാൻ മയ്യെന്നും പറഞ്ഞ അമ്മ ഇവിടെ നിന്ന് കയറിയപ്പോ ഒരു ചാക്കറിച്ച് ചില്ലറ പൈസ കുഞ്ഞമാമ തള്ള പറയാൻ എനിക്ക് പറ്റില്ല. പറ്റല്ലേ നിന്റെ തല ഞാൻ ചവിട്ടി അരക്കി ഞാൻ ഇവിടം. ഇതാണ് മമ്മൂട്ടി. ഇത് മമ്മൂട്ടിയാ. ചെറു തെറ്റിപ്പോയല്ലേ? ഇത്തിരി തെറ്റിയാ? ബാക്കിയൊക്കെ ശരിയായോ? ബാക്കിയൊക്കെ ശരിയായ? ചെറു തെറ്റിപ്പോയ. അല്ല വേറെന്തെങ്കിലും ചെയ്യോ? സുരേഷ് ഗോപി എടുക്കാം. സുരേഷ് ഗോപി വേണമെങ്കിൽ എടുക്കാം. ഒന്ന് കാണാവോ? സുരേഷ് ഗോപി എടുക്കാം. ശരി. സുരേഷ് ഗോപി കൊമ്പ് താത്തി വെച്ചാൻ. ആഷ്കനാണ് സുരേഷ് ഗോപിക്ക്. ആഷ്കനാണ് കേട്ടാ മെയിനായിട്ടും. കണ്ടോളാം. മ്യൂസിക് വല്ലതും കിട്ടാൻ വഴി ഉണ്ടാവില്ലേ? മ്യൂസിക് ഒന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അവിടെ സിനിമ ആവുമ്പോൾ ചെയ്തോളാം. സുരേഷ് ഗോപി മൊത്തത്തില് അതിന്റെ സെറ്റപ്പാണ്. സുരേഷ് ഗോപി. പേടിപ്പിച്ചു കളഞ്ഞല്ലോ മനുഷ്യന്. ഇതെന്താ ഇതെപ്പോഴും വീണെന്താ? വീണ് വീണ മുഴ വന്നേ പറയില്ലേ? വീണ് വീണ് തഴമ്പാണത്. തഴമ്പാണല്ലേ? ഞാൻ പിന്നെ വീണൂടെ വീണു. സുരേഷ് ഗോപി കഴിഞ്ഞ ജീവനോടെ തിരിച്ചു വന്നല്ലോ. ഇനി എന്താ ചെയ്യാൻ പോണത്? ജയന ആക്കുവോ? എവിടെ കൊണ്ട് കക്കൂസിക്കറി എന്നിട്ട് അമ്മ പറയണ ഞാൻ കക്കൂസിക്കറി ജയന്റെ നന്നായിട്ട് ഒച്ചയ്ക്ക് പറയാറുണ്ടെന്ന്. കക്കൂസിക്കറി പറയണത് ആയിക്കോട്ടെ. ജയൻ ഒന്ന് അനൗൺസ് ചെയ്തോട്ടെ. ആഷ്കൻ ഹീറോ ജയൻ.
വീടൊക്കെ വൃത്തിയേടാക്കോ അയാള്? ഡയലോഗ് മറന്നുപോയി. ഡയലോഗ് ആഷ്കിനടുത്തപ്പോ ഡയലോഗ് മറന്നുപോയി. ഡയലോഗ് എല്ലാം മറന്നു. പറ്റണില്ല എനിക്ക് പറയാതെ മടുത്തുപോയി. പറ്റണില്ല. പറ്റണില്ല എനിക്ക്. തന്നെ പോലുള്ളവരാണ് മലയാള സിനിമയെ നശിപ്പിക്കുന്നത്, മനസ്സിലായ? എന്റെ ഇല്ലാത്ത സമയം താൻ വീണ്ടും ഇല്ലാണ്ടാക്കി. വിചാരം ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഒരു സംവിധായകനാണ്. എന്റെ സമയങ്ങളെ ഇവനെ സാറേന്നും വിളിച്ച് ഒറ്റ അലക്കാൻ പറ്റണം. എന്താണ് നീ വിചാരിച്ചേ? നീ എന്നെ ആശ്രയിച്ചോ? നീ വിളിടാം. വൃത്തിയായിട്ടവനെ ഒരു മനുഷ്യനോട് ഇന്റർവ്യൂ വന്നോ ആളോട് മര്യാദയ്ക്ക് പെരുമാറോ പഠിക്കണം. വൃത്തിയായിട്ടവനെ അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല. എടാ മോഹൻലാലും മമ്മൂട്ടി സുരേഷും ദിലീപും ജയറാമൊക്കെ അഭിനയം പഠിച്ചിട്ടല്ല സിനിമയിൽ അഭിനയിക്കാൻ വന്നു. ആണോ? ഭ്രാന്തനാണത്. ഇവറ്റോട്ടെ കൊടിക്കട്ടവന്റെ സാറെ ഞാൻ വിളിച്ചല്ലേ വൃത്തിയായിട്ട്. എടാ ഞാനിത് നീ ആരുടെ നീ ആരത് സ്ക്രിപ്റ്റ്? ഞാനിതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സ്ക്രിപ്റ്റും ഞാനും സ്ക്രിപ്റ്റും എന്തിട്ട് സ്ക്രിപ്റ്റ് ഞാനും സ്ക്രിപ്റ്റ് എഴുതും. ഞാൻ പറഞ്ഞു കൊടുക്കും വേറെ ആൾ എഴുതും. സ്ക്രിപ്റ്റും ഞാൻ പറഞ്ഞു കൊടുക്കും വേറെ ആൾ എഴുതും. താൻ പറഞ്ഞു കൊടുക്കും വേറെ ആൾ എഴുതും. തനിക്ക് എന്ത് വിവരമുണ്ട്? എനിക്ക് ഇച്ചിരി വിദ്യാഭ്യാസ കുറവുണ്ടാവുണ്ട്. വേറെ ഒരാൾ എഴുതും. താൻ വായിച്ചിട്ടില്ല? ഏതെങ്കിലും കഥ വായിച്ചിട്ടുണ്ടോ? തിരക്കുള്ള സ്ഥലത്തിരുന്ന് ഞാനും കഥ എഴുതും. സ്ക്രിപ്റ്റ് എഴുതും. താൻ എന്ത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്? ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എഴുതാം. താൻ പറയണ ഞാൻ എഴുതണോ? താൻ പറയണ ഞാൻ പറയണ നിനക്ക് എഴുതാവും. നിനക്ക് എഴുതാവും. ഞാൻ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് നീ എഴുതിയില്ലല്ല. എഴുതിയില്ലെങ്കിൽ നിന്റെ ഈ ഡയറക്ടർ പണി കളഞ്ഞിട്ട് നീ എന്റെ വീട്ടിൽ ഞാൻ പറയണ നീ എഴുതിയിട്ടുണ്ടല്ല. ഞാനിത് ഈ അഭിനയം നിർത്തിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് കൂലിപ്പണി എടുത്തി. നീ പറ ചേട്ടോ അവന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ എഴുതിക്ക്. ഒരു ഗ്രാമം കൂടെ എഴുതി. ഒരു ഗ്രാമം ഒരു രോമോല ഒരു ഗ്രാമം ആ ഗ്രാമത്തില് ഒരു ഹൗസിംഗ് കോളനി. ഒരു ഗ്രാമത്തിലെ ഹൗസിംഗ് കോളനിയാ? ഹൗസിംഗ് കോളനി. ഹൗസിംഗ് കോളനി ഉണ്ട്. ഗ്രാമത്തിൽ എവിടെ ഹൗസിംഗ് കോളനി? ഗ്രാമത്തിലെ ഹൗസിംഗ് കോളനി ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ ഹൗസിംഗ് കോളനി. ഹൗസിംഗ് കോളനിയിൽ ഒറ്റ വീട്. ഹൗസിംഗ് കോളനിയിൽ ഒറ്റ വീട്. ഹൗസിംഗ് കോളനി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്, ഒരു വീടുകളുടെ ഒരു ഗ്രൂപ്പാണ്, മനസ്സിലായില്ലേ? എടാ അത് ബാക്കിയെല്ലാം കക്കൂസ് മാത്രം പണിതിട്ടേക്കാന്ന്. അതിന് ലോൺ അനുവദിക്കാത്ത എന്നെ കുഴപ്പമാണോ? ഒരു ഹൗസിംഗ് കോളനിയിൽ ഒരൊറ്റ വീട്. ഒറ്റ വീട്. ആ കോളനിയിൽ ഒരു 4 കൂടി ഒരു മുക്കലവ എടുത്ത്. 4 കൂടി ഒരു മുക്കല വേണ്ടെന്ന്. മുക്കവലുണ്ട്. 4 കൂടിയിട്ട് എങ്ങനെ മുക്കവല? അവര് 4 കവലല്ലേ അത്? ഒരെണ്ണം ടാറിയായിട്ടില്ല സോളിങ് എടുത്തോണ്ടിരിക്കണല്ലോ, പിന്നെ റോഡാക്കാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കാൻ 4 കൂടി മുക്കവല. ആ മുക്കവലയിൽ ഒരു കാളവണ്ടി വന്ന് നിന്ന്. കാളവണ്ടി വന്ന് നിന്ന്. വണ്ടിക്കാരൻ നടക്കാത്ത കാളയോട് ഏയ് കാളെ നീ അങ്ങനെ എഴുതല. അങ്ങട് എഴുതല്ലേ? ഏയ് കാളെ നട കാളെ എഴുതിക്കങ്ങട്. അടുത്ത ആളെ കയറ്റി ഇങ്ങോട്ട് ഇട്ടങ്ങനെ. അസിസ്റ്റന്റ് വരൂ. അപ്പൊ നമ്മൾ പുതുതായിട്ട് ചെയ്യാവുന്ന പടത്തിലേക്ക് പുതുമുഖങ്ങളെ തെരഞ്ഞെടുക്കുന്നുണ്ട്, അറിയാലോ അല്ലേ? അറിയാം. അപ്പൊ നമ്മൾ പുതുമുഖങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ. പുതുമുഖങ്ങൾ വേണോ സാർ? ഞാനില്ലേ. ഇയാൾ അഭിനയിക്കാൻ വന്നാണോ? ഇയാളുടെ പ്രൊഡക്ഷൻ പോയാണ്, മനസ്സിലായോ? അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ ഉള്ളവരൊക്കെ അങ്ങോട്ട് കയറ്റിവിടും. ഭയങ്കര തിരക്കാണ്. എത്ര പേരുണ്ട്? 3 പേരുണ്ട്. 3 പേരുണ്ട്. തിരക്കുണ്ടെന്ന് പറഞ്ഞത് അവർ പരസ്പരം തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കല്ലേ? പരസ്പരം തിരക്ക്. ആരെങ്കിലും ഉള്ള കടത്തി വിടുക. ഓക്കെ സാർ, എന്റെ കാര്യം ഒന്ന് ഓർത്തേക്കണം. ഓർക്കാം. യെസ്, കം ഇൻ പ്ലീസ്. കൊള്ളാം. നമസ്കാരം. അഭിനയിക്കാൻ വന്നോ? പേടിക്കണ്ട, പുതുമുഖമായിട്ടല്ലേ? ഓക്കെ. എന്താ പരിപാടി? എന്താ? ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. എന്തൊക്കെ ചെയ്യും? മിമിക്രി ആർട്ടിസ്റ്റ് സിനിമ നടന്മാരുടെ ശബ്ദമൊക്കെ എടുക്കും. അയ്യോ, ഇത് എല്ലാ മിമിക്രിക്കാരും പറഞ്ഞാണ്. വേറെ എന്തെങ്കിലും ചെയ്യോ? ഞാൻ പാട്ട് പാടും. പാട്ട് ഇപ്പൊ യേശുദാസ്, എം ജി ശ്രീകുമാറൊക്കെ ഉണ്ട്. വേറെ എന്താ ചെയ്യണേ? ഞാൻ പിന്നെ ഈ മിമിക്രിക്കാരൊക്കെ സിനിമാക്കാരുടെ ശബ്ദം എടുക്കുന്നത്. അതെ, ഞാൻ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദമൊക്കെ എടുക്കും. അത് ടി വി നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും രാഷ്ട്രീയക്കാരെ അനുകരണം മാത്രമാണ്, വേറെ ഒന്നുമില്ലേ? അതല്ല ഞാൻ പറയാൻ വന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം വെച്ചിട്ട് ഞാൻ പാട്ട് പാടും. രാഷ്ട്രീയ നേതാക്കളുടെ പാട്ട് പാടും? അതെങ്ങനെയാ? അത് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ എന്നെ സിനിമയിൽ എടുക്കോ? നോക്കട്ടെ. പാടാട്ടാ. എന്റെ എല്ലാം അല്ലേ
എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ. ഒരു മിനിറ്റ് ഈ പാട്ട് ഞാൻ ദിവസം കേൾക്കണം. ഇയാൾ ഇത് ഇവിടെ ഒന്ന് പാടണമെന്നില്ല. വരും ഇത് ഞാൻ പാടണത്. ഇനിയിപ്പോ വരും ഓരോരുത്തരായിട്ട്. ഇനി എന്താണ് ഓരോരുത്തരായിട്ട് വരുന്നത്? രാഷ്ട്രീയ നേതാക്കൾ. റെഡിയായോ? മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം, ഇല്ലതിലാവത്തും ഇന്നുവിയാൽ മുത്തരൻ ഞാനും തീർക്കാം. കോമഡി കോമഡി ഇല്ലാവയിൽ ചില്ലാണയാൽ പൊന്മാറിടം മൂടാം, വെയിലത്തിരിക്കുമ്പോൾ വീശിത്തണുക്കാൻ മേഘവിശറിയുന്നാക്കാം. നിന്നോടു മിണ്ടില്ല ഞാൻ, നിന്നോടു കൂട്ടില്ല ഞാൻ, നിന്നോടു മിണ്ടില്ല ഞാൻ, നിന്നോടു കൂട്ടില്ല ഞാൻ. ഖജനാവിൽ 5 പൈസ എടുക്കാനില്ല, പട്ടി പൂച്ചയൊക്കെ പ്രസവിച്ചെടുക്കാണ്. കരളിലെ കള്ളൻ ഞാനല്ലേ, പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. ശ്വാസം പൊട്ടിച്ചത്തോനെ അല്ലേ? ചെല്ല്. ഓക്കെ അല്ലേ? വീട്ടിലേക്ക് ചാൻസ് ഉണ്ട്. പോ, ഇറങ്ങി. ഓരോന്ന് കാലത്തെ മനുഷ്യൻ ശല്യപ്പെടുത്താൻ വരും. അടുത്താരാ? ഹലോ അസിസ്റ്റന്റ്, കമേൻ. സാറേ, ആ, കമലഹാസന്റെ പോലത്തെ ആള്, അടിപൊളി ആള് വന്ന് വിളിക്കുന്നത് ഇവിടെ. കമലഹാസനെ പോലുള്ള ആളോ? അതെ അതെ. അയ്യോ, അങ്ങനെയുള്ളവരെ എനിക്ക് വേണ്ടത്. കടത്തിവിട്. ശരി സാർ. ശരി. ചെല്ല്. അസിസ്റ്റന്റ്, വേഗം ചെല്ല്.